ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണിത്. കാരണം ഇതിൻ്റെ പുറത്ത് വലിയ തോതിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അഥവാ കളവ് നടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യം ഞാൻ തന്നെ നിങ്ങളോട് വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി എന്ന് നമുക്ക് തോന്നുന്നില്ല. പകരം അദ്ദേഹം ഈ ഭക്തരുടെ ചില വികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇത് പല സ്ഥലത്തും കൊണ്ടുപോവുകയും അവരിൽ നിന്നൊക്കെ പണം മേടിക്കുകയും അതുപോലെ സ്പോൺസർഷിപ്പായി നിരവധി കൂടിയ എമൗണ്ട് മേടിച്ചുകൊണ്ട് അത് കൈക്കലാക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അതെല്ലാം തെറ്റാണ് എന്ന് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഇങ്ങനെ നിന്ന് ചെറിയ മറ്റേ സ്പോൺസർമാരെ കബളിപ്പിച്ച് കാശടിച്ച് മാറ്റുന്നത് മാത്രമല്ല, ഇവനൊന്നും യാതൊരു വിശ്വാസവും ശബരിമല അയ്യപ്പനിലില്ല എന്നും ദൈവമുണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല എന്നും, പക്ഷെ ഇവരെ പോലെയുള്ള ആളുകൾ വിശ്വാസം നടിച്ചുകൊണ്ട് ഈ പണം അടിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നും ഏതാണ്ട് വെളിവായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം 1998 വിജയ് മല്യ എന്ന് പറയുന്ന ഒരു മൾട്ടി ബില്യണറായിരുന്ന ഒരാൾ, അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹം ഫിജിറ്റീവായിട്ട് വിദേശ രാജ്യത്ത് കഴിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വലിയ കടക്കാരനായി പോയി. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് 31.3 കിലോ വരുന്ന സ്വർണം അതിൻ്റെ ഈ പറയുന്ന ശ്രീകോവിലിനും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പവും അതിൻ്റെ ഈ പറഞ്ഞ പോലെ വാതിലുകളും ഒക്കെ തന്നെ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് നൽകിയിരുന്നു. സ്വർണം പൂശുക എന്നുള്ളത് സാധാരണ വരുന്നൊരു വാക്കാണ്, അതല്ല ഇത് യഥാർത്ഥത്തിൽ ചേർന്നത്. കാരണം ഈ നമ്മൾ മറ്റേ ഗോൾഡ് ക്ലാഡ് ചെയ്യുകയാണെന്നുള്ളതാണ്. അതായത് മറ്റേ കല്ലൊക്കെ വെച്ച് നമ്മൾ ഭിത്തികളിൽ ഈ കരിങ്കല്ലൊക്കെ നമ്മൾ ഒട്ടിച്ച് ഈ പറഞ്ഞ പോലെ സ്റ്റോൺ ക്ലാഡ് ചെയ്യില്ലേ, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു വലിയ പാളിയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ പൊതിയുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഈ ചെമ്പ് പാളികൾ 12 എണ്ണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതൊക്കെ അഴിച്ചുകൊണ്ട് പോവുകയും, നമ്മളിവിടെ പിന്നെ പോറ്റി എന്ന് പേരിടുകയും ചന്ദനക്കുറി തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വാസിയും നല്ലവനും ആയിരിക്കും എന്നുള്ള ചിന്തയാണല്ലോ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കുള്ളത്. അപ്പോൾ അതിനെയൊക്കെ തന്നെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഇവൻ ഈ 12ഓളം വരുന്ന പാളികൾ അഴിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഈ പാളികൾ അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഇവൻ ഇതിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാളികൾ സ്വർണ്ണമുള്ള പാളികൾ ഇവൻ കൊണ്ടുപോവുകയും 38 ദിവസം കഴിഞ്ഞാണ് ഈ പാളികളിന്മേൽ സ്വർണം പൂശാൻ വേണ്ടി ചെമ്പു പാളികൾ അവൻ അവിടെ എത്തിക്കുകയും ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിനിടക്ക് കൃത്യമായിട്ട് ഈ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ അങ്ങനെ തന്നെ മാറ്റുകയും ഏതാണ്ട് ചെമ്പിൻ്റെ ഇതോടനുബന്ധിച്ചുള്ള ഇതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്ന സെയിം ആയിട്ടുള്ള മറ്റു പാളികൾ നിർമ്മിച്ചെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിർമ്മിച്ചെടുത്തിട്ടുള്ള പുതിയ ചെമ്പ് പാളികളിലാണ് സ്വർണം പൂശിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികൾ ഇവൻ തന്നെ കയ്യിലാക്കി വെച്ചു. ഇനി ഇത് കയ്യിലാക്കി വെച്ചുകയാണോ, അതിൽ നിന്ന് സ്വർണ്ണമെടുത്ത് വിൽക്കുകയാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ലാഭകരമായ ഒരു ബിസിനസ് ഉണ്ട്. കാരണം ഇത് ശബരിമലയിൽ ഇരുന്നൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഏതെങ്കിലും കോടീശ്വരന്മാർക്ക് ഇത് കൊടുത്താൽ ആ സ്വർണത്തിൻ്റെ അളവിനേക്കാൾ വലിയ തോതിലുള്ള പണം കിട്ടുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വിൽപ്പനക്കും സാധ്യതകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഒരു കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഈ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് എന്നും ചെമ്പു പാളികൾ എന്ന് എഴുതി വെച്ചത് തെറ്റായി എഴുതി വെച്ചതാണെന്നും അത് കോപ്പർ പാളികളല്ല, അത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികളാണ് അഴിച്ച് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കൊടുത്തുവിട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെവിടെ വെച്ചാണ് മാറ്റിയത് എന്ന് പറയുന്ന ഒരു സംശയമാണ് ഇപ്പം നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി തന്നെ ഏർപ്പെടുത്തുകയും വളരെ അതിലുള്ള അടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പേരുകളോ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പണ്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഗവൺമെൻറ് എങ്ങനെ അന്വേഷണം നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടാണ് ആളുകൾ നിശ്ചയിക്കുക പലപ്പോഴും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ആളുകളെ തീരുമാനിച്ചിരുന്ന ഓരോരുത്തരും എങ്ങനെയുള്ള ആളുകളാണെന്നും അവരെങ്ങനെയാണ് ഇത് അട്ടിമറിക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ വിശദമായി അന്ന് വീഡിയോ ചെയ്ത് നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിനി അന്വേഷണവുമായി ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും ഉള്ളതല്ല ദേവസ്വം ബോർഡിലെ വിജിലൻസ് എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. അതേസമയം പോലീസ് ഒരു FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ
വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാനും അവരെ കസ്റ്റഡിയിലെടുക്കാനും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോലീസിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ചോദ്യം ചെയ്യലിനുമൊക്കെ വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള കള്ളികൾ പുറത്തേക്ക് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു പാളി അത് വളരെ കൃത്യമായി 2018, 2019 സമയങ്ങളിൽ വലിയ ശബരിമല പ്രക്ഷോഭം നടക്കുമ്പോൾ വലിയ തോതിൽ ആളുകളുടെ ശ്രദ്ധ മാറി നിൽക്കുമ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല പരിപാടികളും ചെയ്തിട്ടുണ്ടാവാം. ആ ചെയ്തിട്ടുള്ളതിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ വകുപ്പിനകത്തെ, ഞാൻ രാഷ്ട്രീയക്കാരെയൊന്നും കുറ്റം പറയുന്നില്ല, ഇപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രശാന്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വരുന്ന പത്മകുമാറോ ഒന്നും കളവ് കാണിക്കുന്നവരാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിന് താഴെയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള പണികൾ ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞത് ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞത്, ശബരിമലയും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ തന്നെ കൊള്ളകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവർക്കാണ്. അങ്ങനെ എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം ശിക്ഷിക്കുമെന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം എനിക്ക് വലിയ ശിക്ഷ തരും, എൻ്റെ കുടുംബത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അവരാരും ഇത്തരം പണി ചെയ്യാൻ തയ്യാറാവില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പലപ്പോഴും ബാക്കിയുള്ള ആളുകളൊക്കെ പറയുന്ന പോലെ CPM-ൻ്റെ ആളുകളെയോ നേതാക്കന്മാരെയോ അവർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിലൊന്നും നടത്തൂല. വിശ്വാസികളാണ്, അവിശ്വാസികളാണെങ്കിലും അവർ കുറച്ചുകൂടി മര്യാദക്കാരായിട്ടുള്ള ആളുകളായി തീരുക എന്നുള്ളത് മാത്രമാണ് കാര്യം. ഇതിവിടെ വലിയ വിശ്വാസമുണ്ടായിരുന്ന, പൂജ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന, ഒരു ശാന്തിയുടെ ഈ പറഞ്ഞ പോലെ അടുത്ത് പരികർമ്മിയായി പോലും ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത്തരത്തിലുള്ള ആക്രാന്തം കൊണ്ട് അടിച്ചുമാറ്റലുകൾ നടത്തിയെന്ന് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തെളിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്ന G. സുധാകരൻ അദ്ദേഹം കൂടി ഒരു കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്പർ 1 തട്ടിപ്പിലും നമ്മൾ നമ്പർ 1 ആണോ, കൊള്ളയിലും നമ്മൾ നമ്പർ 1 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്ത് നിന്ന് തീരുമാനിച്ചിട്ടുള്ള നേതാക്കന്മാർ അവരൊക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻമാരായിരുന്ന ആർക്കെങ്കിലും തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കൈയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടിലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പോലെ പോറ്റിയും നമ്പൂതിരിയും എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് വരുന്ന പല ആളുകളും തന്നെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ തട്ടിപ്പുകൾക്ക്, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പേരിൻ്റെ മാത്രം കാര്യമല്ല, തട്ടിപ്പുകൾക്ക് കുടപിടിച്ച് നിൽക്കുന്നവരാണ്. അവർ പ്രകടമായി മാത്രം താങ്കളുടെ വിശ്വാസം വെറുതെ പറയുന്ന ഒരു കാര്യമാണ്, ആളുകളെ കബളിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങളാരും മറന്നു പോരുത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരു ശാന്തി ഉണ്ടായിരുന്നു. ആ ശാന്തിയുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വളരെ ഭംഗിയായി മറ്റേ ആലാപനം നടത്താൻ കഴിയുന്ന, കവിത ചൊല്ലാൻ കഴിയുന്ന, ശ്ലോകങ്ങളൊക്കെ അതിഗംഭീരമായി അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. യഥാർത്ഥത്തിൽ ഒരു നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും ഒരു കേരളത്തിലൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും ലാസ്റ്റ് അദ്ദേഹം ആ ക്ഷേത്രത്തിൽ നിന്ന് മാറിപ്പോവുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ നിരവധി ആളുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. സന്തോഷ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ ഈ പറയുന്ന പോലെ ഇവിടെ ഈ നോർത്തിൽ ഒരു മഠം തന്നെ രൂപീകരിക്കുകയും അവിടെ വെച്ചൊരു സ്ത്രീയെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവൻ അറസ്റ്റിലാകുമ്പോൾ പോലും അവൻ്റെ പേരിൽ 3 കോടി രൂപ, സന്തോഷ് മാധവൻ നാറ്റാണ് അവൻ്റെ പേര്, 3 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ ഭക്തി ഏറ്റവും നല്ല കച്ചവടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നുള്ളത് മറന്നു പോകരുത്. ഇതിൽ എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, BJP ഒക്കെ തന്നെ വലിയ മൗനത്തിലാണ്. അവരത്ര വലിയ താല്പര്യമോ അല്ലെങ്കിൽ വലിയ പ്രതിഷേധമൊന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നില്ല. കോൺഗ്രസ് എന്താണെങ്കിലും ഇപ്പോൾ ഒരു വിശ്വാസ സംഗമമൊക്കെ സംഘടിപ്പിക്കാനും ഇതിനെതിരെ പ്രതിഷേധം നടത്താനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അവിടെ ഉറപ്പായും നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്നും വളരെ കുത്തഴിഞ്ഞ സംവിധാനമാണെന്നും പ്രോപ്പറായിട്ടല്ല ശബരിമലയിൽ പോലും കാര്യങ്ങൾ നടന്നു എന്നുള്ളതും തെളിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും ഒക്കെ ഉത്തരം പറയണം. ചില നടപടികൾ PS പ്രശാന്ത് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ണികൃഷ്ണ പോലെയുള്ള, പോറ്റിയെ പോലെയുള്ള പല ആളുകളൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ പകരം ഇപ്പം അത്തരത്തിൽ ഒരു ആളെ തന്നെ കൃത്യമായി ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിട്ട് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ തന്നെയാണ് കൊടുത്തു വിട്ടത്, പക്ഷെ അറിയാതെ കോപ്പറിന് എഴുതിപ്പോയതാണെന്നാണ്. ഇത്രയും ദിവസം പറഞ്ഞില്ല. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ അന്വേഷണത്തിലും അതുപോലെ ചിത്രങ്ങൾ പരിശോധിച്ച് അവർ കണ്ടെത്തിയപ്പോഴും അതുപോലെ തന്നെ ഹൈക്കോടതിയിലേക്ക് കേസ് പോയപ്പോഴും ഹൈക്കോടതി കൂടി ഞെട്ടിത്തെറിച്ച് കണ്ടെത്തിയപ്പോഴൊക്കെയാണ്
യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നിരവധി ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. അവരെല്ലാവരെയും തന്നെ കണ്ടെത്തുകയും പിടികൂടപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും വേണം. അവർ ഈ പറയുന്ന പോലെ ജയിലിനുള്ളിൽ കിടന്ന് ഗോതമ്പുണ്ട കഴിക്കണം എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം.